ഇന്ന് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കൊപ്പം ഒരു യാത്ര പോവാം. ഇതൊരു ചെറിയ യാത്രയാണെങ്കിലും ഒരുപക്ഷെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. ഇന്ന് ജൂൺ 19. ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ യാത്ര എവിടേക്കാണെന്ന് നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. സ്കൂളിന് പുറത്തിറങ്ങാൻ കിട്ടുന്ന ഏതൊരവസരവും കുട്ടികൾക്കൊരാഘോഷമാണ്. അങ്ങനെ ആർത്തുല്ലസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ യാത്രയും പുറപ്പെട്ടു. മനോഹരമായ നാട്ടുവഴികളിലൂടെ കൂട്ടുകാരോടൊപ്പമുള്ള യാത്ര കുട്ടികൾ വളരെയധികം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഈ വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. വായനയുടെ വളർത്തില്ലങ്ങളിലൊന്നായ KKP സ്മാരക ഗ്രന്ഥശാലയിൽ. ഇത് ഞങ്ങളുടെ പുസ്തക ചങ്ങാതിമാരെ തേടിയുള്ള യാത്രയാണ്. അത് ചെന്നവസാനിച്ചത് ഈ വായനശാലയിലും. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും വായിച്ചാലും തീരാ പുസ്തകമേ. വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും നിന്നച്ഛൻ, വായിച്ചു വളർന്നാൽ നന്നായി വിളയും നിന്നമ്മ. വായിച്ചു വളർന്നില്ലെങ്കിൽ വളയും നിന്നച്ഛൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് വായിച്ച പുസ്തകം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് വായിച്ചൊരു പുസ്തകം, ഒരു പുസ്തകം ആദ്യമായിട്ട് കിട്ടും, അത് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? 1-ാം പാഠത്തിലത്തെ പുസ്തകം അല്ലേ? നിങ്ങളുടെ അധ്യാപകർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? അധ്യാപകനെ ശ്രദ്ധിക്കൂ, തമ്മിലിരുന്ന് വർത്തമാനം പറയുക. അക്ഷരമില്ല പുസ്തകമെങ്ങനെ വായിച്ചിടും ഞാൻ, അക്ഷരമല്ല വായിക്കേണ്ടു എന്നതു നേരല്ലേ. അക്ഷരമില്ല പുസ്തകമെങ്ങനെ വായിച്ചിടും ഞാൻ, അക്ഷരമല്ല വായിക്കേണ്ടു എന്നതു നേരല്ലേ. അക്ഷരമറിവിൻ വിത്താണിന്ന് പറഞ്ഞത് പൊളിയാണോ, അക്ഷരമായുധമിന്നു പറഞ്ഞതു പറ്റിക്കാനാണോ. അക്ഷരമറിവിൻ വിത്താണിന്ന് പറഞ്ഞത് പൊളിയാണോ, അക്ഷരമായുധമിന്നു പറഞ്ഞതു പറ്റിക്കാനാണോ. വായിച്ചു വളരാനായിട്ടച്ഛൻ തന്നല്ലോ, വായിച്ചാലും ഞങ്ങളുടെ വായനശാല സന്ദർശനം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ അറിവ് തേടിയുള്ള ഈ യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്.